Orientable surfaces. A surface S is orientable or is an oriented surface if there exists a continuous unit normal vector function n defined at each point x, y, z on the surface. ഓക്കെ, അപ്പോൾ ഒരു സർഫസ് എസ് ഓറിയൻറ്റബിൾ അല്ലെങ്കിൽ അതിന് നമ്മളൊരു ഓറിയൻറ്റഡ് സർഫസ് എന്ന് എപ്പോഴാണ് പറയുക, അതിലെ ഓരോ പോയിൻറ്റ് ഈച്ച് പോയിൻറ്റ് എക്സ് വൈ സെഡ് ഓൺ ദാറ്റ് സർഫസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് യൂണിറ്റ് നോർമൽ വെക്റ്റർ ഫംഗ്ഷൻ എൻ. അവിടെ ഒരു ഓരോ പോയിൻറ്റ് എക്സ് വൈ സെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു യൂണിറ്റ് നോർമൽ ഫംഗ്ഷന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർഫസ് എസ് എന്തായിരിക്കും, ഓറിയൻറ്റബിൾ എന്ന് പറയും, അല്ലെങ്കിൽ ഓറിയൻറ്റഡ് സർഫസ് എന്ന് പറയും. The vector field n of x, y, z is called the orientation of S. നമ്മൾ പറഞ്ഞു ഓരോ പോയിൻ്റ് എക്സ് വൈ സെഡ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു യൂണിറ്റ് നോർമൽ വെക്റ്റർ എൻ എക്സിസ്റ്റ് ചെയ്താലാണ് ഒരു സർഫസ് എന്താവുക, ഓറിയൻറ്റബിൾ ആവുക. അപ്പോൾ ഈ വെക്റ്റർ ഫീൽഡ് എൻ ഓഫ് എക്സ് വൈ സെഡുകളുടെ ഈ വെക്റ്റർ ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എന്ത്, ഓറിയൻറ്റേഷൻ ഓഫ് എസ് എന്ന് പറയുന്നത്. സിൻസ് എ യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് അറ്റ് x, y, z can be either n of x, y, z or minus n of x, y, z. An orientable surface has two orientation. ഇനി ഒരു യൂണിറ്റ് നോർമൽ ടു എ സർഫസ് എസ്, ഒരു സർഫസിലെ ഒരു പോയിൻറ്റ് എക്സ് വൈ സെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഒരു യൂണിറ്റ് നോർമൽ അതെങ്ങനെയൊക്കെ ആവാം, ഇറ്റ് ക്യാൻ ബി എൻ ഓഫ് എക്സ് വൈ സെഡും ആവാം, മൈനസ് എന്നും ആവാം. അപ്പോൾ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഒരു നോർമൽ എൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് നോർമൽ ഉണ്ടെങ്കിൽ മൈനസ് എന്നും എന്തായിരിക്കും, അവിടേക്കുള്ള ഒരു യൂണിറ്റ് നോർമൽ തന്നെ ആയിരിക്കും. അതായത് ഒരു ഓറിയൻറ്റബിൾ സർഫസ് ഉണ്ടെങ്കിൽ ആ ഓറിയൻറ്റബിൾ സർഫസിന് എന്തുണ്ടാവും, ടു ഓറിയൻറ്റേഷൻ ഉണ്ടാവും, എന്നും മൈനസ് എന്നും. A surface S defined by z equal to f of xy has an upward orientation when the unit normals are directed upwards, that is have positive k components. ഇനി ഒരു സർഫസ് എസ്, സർഫസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഈ സർഫസിന് അപ്വാർഡ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്, അതിൻ്റെ നോർമൽസ് അപ്വാർഡ് ഡയറക്റ്റഡ് അപ്വാർഡ്സ് ആകുമ്പോൾ. അപ്വാർഡ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുക, അതിലെ യൂണിറ്റ് നോർമൽസ് ഉണ്ടാവണം ഡയറക്റ്റഡ് അപ്വാർഡ്സ് ആകുമ്പോൾ. ഡയറക്റ്റഡ് അപ്വാർഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കെ കോമ്പോണൻ്റ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു സർഫസ് എസ്സിന് ഡൗൺവേർഡ് ഓറിയൻറ്റേഷൻ എപ്പോഴാണ് ഉണ്ടാവുക, അതിലെ യൂണിറ്റ് നോർമൽസ് എന്താവണം, ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സർഫസ് എസ്സിന് അപ്വാർഡ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുക, അതിൻ്റെ യൂണിറ്റ് നോർമൽസ് ഡയറക്റ്റഡ് അപ്വാർഡ്സ് ആകുമ്പോൾ, അതേപോലെ ഡൗൺവേർഡ് ഓറിയൻറ്റേഷൻ ഉണ്ടാവുക, അതിൻ്റെ യൂണിറ്റ് നോർമൽസ് ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ആകുമ്പോൾ. ഡയറക്റ്റഡ് ഡൗൺവേർഡ്സ് ആകുമ്പോൾ കെ കോമ്പോണൻസ് ഉണ്ടാവും, നെഗറ്റീവ് ആവും. ഈ ഫിഗർ നോക്കൂ, ഇവിടെ ഇതാണ് നമ്മൾ സർഫസ് എസ്. ഈ സർഫസിലെ ഒരു പോയിൻ്റാണ് എക്സ് വൈ സെഡ്, അതിലേക്കുള്ള ഒരു യൂണിറ്റ് നോർമലാണ് എൻ. ഇതാണ് യൂണിറ്റ് നോർമൽ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിറ്റ് നോർമൽ എൻ ഉണ്ട്. ഇതെന്താണ്, ഡയറക്റ്റഡ് അപ്വാർഡ്സ്, അപ്വാർഡ് ഡയറക്ഷനിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഡയറക്റ്റഡ് അപ്വാർഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ മൈനസ് എൻ എന്തായിരിക്കും, അത് ഡയറക്റ്റഡ് ഡൗൺവാർഡ്സ് ആയിരിക്കും, അതാണ് മൈനസ് എൻ. അപ്പോൾ ഒരു സർഫസ് എസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊരു പോയിൻ്റ് ഓറിയൻറ്റബിൾ സർഫസ് ആണെങ്കിൽ അതിലൊരു പോയിൻ്റ് എക്സ് വൈ സെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യൂണിറ്റ് നോർമൽ എൻ ഉണ്ടെങ്കിൽ എന്തും ഉണ്ടാവും, മൈനസ് എന്നും ഉണ്ടാവും. ഇനി ഈ സർഫസിൽ നോക്കൂ, ഈ സർഫസിലെ യൂണിറ്റ് നോർമൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇതെല്ലാം എന്താണ്, ഡയറക്റ്റഡ് അപ്വാർഡ്സ് ആണ്. ദർഫോർ ഈ സർഫസ് എസ് എന്താണ്, അപ്വാർഡ് ഓറിയൻറ്റേഷൻ ആകും ഈ സർഫസിന് ഉണ്ടാവുക. ഇനി ഈ സർഫസിൽ നോക്കൂ, ഈ സർഫസിലെ നോർമൽസ് എല്ലാം എന്താണ്, ഡയറക്റ്റഡ് ഡൗൺവാർഡ്സ് ആണ് അല്ലേ. സോ ഈ സർഫസിന് എന്താണ്, ഡൗൺവാർഡ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഇനി if a smooth surface S is defined by g of x, y, z equal to 0, then a unit normal is n equal to del g by norm del g. ഓക്കെ, ഒരു സ്മൂത്ത് സർഫസ് എസ് എന്താണ്, ഒരു സ്മൂത്ത് സർഫസ് ആണ്. ആ സർഫസ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, g of x, y, z equal to 0. അങ്ങനെയാണെങ്കിൽ ആ സർഫസിൻ്റെ യൂണിറ്റ് നോർമൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. n ഈക്വൽ ടു എന്താണ്, del g by norm del g. del g എന്താണ്, ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് കെ. ഇതിനെ ഈ ഡെൽ ജിനെ നമ്മൾ എന്താ പറയുക, ഗ്രേഡിയൻറ്റ് ഓഫ് ജി. എന്നിട്ട് നോം ഡെൽ ജി ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നോം ഡെൽ ജിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂണിറ്റ് നോർമൽ എൻ ഒരു സർഫസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളൊരു സർഫസിനെ ജി ഓഫ് എക്സ് വൈ
z ഈക്വൽ ടു 0 എന്നാ ഡിഫൈൻ ചെയ്തേക്കുന്നത് വെച്ചാൽ n എന്തായിരുന്നു ഡെൽ ജി ബൈ നോം ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഒരു സർഫസിനെ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് തന്നിട്ടുള്ളത് വെച്ചാൽ നമുക്ക് ഈ ജി ഓഫ് എക്സ് വൈ സെഡ് എക്സ് കൊമ വൈ കൊമ സെഡ് ആയിട്ട് എങ്ങനെ എടുക്കാം? ഇവിടെ എന്താണ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. സോ z മൈനസ് എഫ് ഓഫ് എക്സ് വൈ എന്താണ് ഈക്വൽ ടു 0. സോ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ആയിട്ട് നമുക്ക് z മൈനസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുക്കാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെഡ്. ഈ രീതിയിൽ നമുക്ക് ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡിനെ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സർഫസിൻ്റെ യൂണിറ്റ് നോർമൽ n എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. കൺസിഡർ എ സ്ഫിയർ എ ഗ്രേറ്റർ ദാൻ 0 ഡിഫൈൻഡ് sphere a greater than 0 defined by x square plus y square plus z square equal to a square. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ സ്ഫിയറിനെ ഡിഫൈൻ. സ്ഫിയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സ്ഫിയറാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് നോർമൽ വെക്റ്റർ n ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ n ഈക്വൽ ടു എന്തായിരുന്നു? ഡെൽ ജി ബൈ നോം ഡെൽ ജി, ഡെൽ ജി ബൈ നോം ഡെൽ ജി ആയിരുന്നു n. അപ്പോൾ ഇവിടെ ജി എന്താണെന്ന് എടുക്കണം ഫസ്റ്റ് അല്ലേ. അപ്പോൾ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഈക്വൽ ടു സർഫസ് എസ്സിനെ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഈക്വൽ ടു 0 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൽ ജി ബൈ നോം ഡെൽ ജി കണ്ടിട്ടുണ്ടെങ്കിൽ n കിട്ടും. സോ ഇവിടെ ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്? തന്നിട്ടുള്ളത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലേ. പിന്നെ ഇതിന് നമുക്ക് ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്യാം. അതെന്താണ്? ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2x ഐ പ്ലസ് പിന്നെ എന്താണ്? ഡോ ജി ബൈ ഡോ വൈ ജെ. അതെന്താ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുക? 2y ജെ. അടുത്തത് ഡോ ജി ബൈ ഡോ സെഡ് കെ. അതെന്താണ്? 2z കെ എന്ന് കിട്ടും അല്ലേ. ഡെൽ ജി എന്താ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നോൺ ഡെൽ ജി കാണണം. നോൺ ഡെൽ ജി എന്താണ്? റൂട്ട് ഓഫ് ഇതാണ് ഡെൽ ജി. അപ്പോൾ നോൺ ഡെൽ ജി എന്താണ്? റൂട്ട് ഓഫ് 2x സ്ക്വയർ പ്ലസ് 2x ഹോൾ സ്ക്വയർ പ്ലസ് 2y ഹോൾ സ്ക്വയർ പ്ലസ് 2z ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് എന്ത് കിട്ടും? 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. നമ്മളെ സർഫസിൻ്റെ ജി ഓഫ് എക്സ് വൈ സെഡിൻ്റെ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എന്തായിരുന്നു? എ സ്ക്വയർ ആയിരുന്നു. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ. സോ നോം ഡെൽ ജി ഈക്വൽ ടു 2a എന്ന് കിട്ടി. ഇനി n ഈക്വൽ ടു എന്താണ്? ഡെൽ ജി ബൈ നോം ഡെൽ ജി ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഡെൽ ജി എന്താണ്? 2xi പ്ലസ് 2yj പ്ലസ് 2zk ബൈ നോം ഡെൽ ജി എന്താണ്? 2a ബൈ 2a. ക്യാൻസൽ ചെയ്യുമ്പോൾ എക്സ് ബൈ എ ഐ പ്ലസ് വൈ ബൈ എ ജെ പ്ലസ് സെഡ് ബൈ എ കെ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ യൂണിറ്റ് നോർമൽ വെക്റ്റർ n. ഇനി n യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണെങ്കിൽ എന്തും കൂടിയും യൂണിറ്റ് നോർമൽ വെക്റ്റർ ആവും, മൈനസ് എന്നും യൂണിറ്റ് നോർമൽ വെക്റ്റർ ആവും. സോ അതും കൂടി നമുക്ക് നോക്കാം. മൈനസ് എൻ എന്താണ്? മൈനസ് എക്സ് ബൈ എ ഐ മൈനസ് വൈ ബൈ എ ജെ മൈനസ് സെഡ് ബൈ എ കെ. ഹിയർ ദ ഇവിടെ വെക്റ്റർ ഫീൽഡ് n എന്തിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഔട്ട്വാർഡ് ഓറിയൻറ്റേഷനും മൈനസ് n എന്താണ്? ഇൻവാർഡ് ഓറിയൻറ്റേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, n ഔട്ട്വാർഡ് ഓറിയൻറ്റേഷനെയും മൈനസ് n ഇവിടെ എന്താണ്? ഇൻവാർഡ് ഓറിയൻറ്റേഷനുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി all surfaces need not be orientable. An example of non-orientable surface is Mobius strip introduced by August Ferdinand Mobius. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ സർഫസസും എന്താവണമെന്നില്ല? ഓറിയൻറ്റബിൾ ആവണമെന്നില്ല. എല്ലാ സർഫസസും ഓറിയൻറ്റബിൾ ആവണമെന്നില്ല. ഓറിയൻറ്റബിൾ അല്ലാത്ത സർഫസിന്, നോൺ ഓറിയൻറ്റബിൾ സർഫസിനുള്ള ഒരു എക്സാമ്പിളാണ് മോബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് മോബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ മോബിയസ് സ്ട്രിപ്പിന് ഒറ്റ സർഫസേ ഉണ്ടാവുള്ളൂ. ഇതെന്തല്ല? ഓറിയൻറ്റബിൾ അല്ല. നെക്സ്റ്റ്, ഇൻ്റഗ്രൽസ് ഓഫ് വെക്റ്റർ ഫീൽഡ്സ്. If f of x, y, z equal to p of x, y, zi plus q of x, y, z j plus r of x, y, z k is the velocity field of a fluid. The total volume of the fluid passing through S per unit time is called the flux of F through S. And it is given by flux is equal to surface integral over S f dot n ds.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ. ഇതെന്താണ്, ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഫീൽഡാണ്. എഫ് എന്താണ്, ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിങ് ത്രൂ എസ്, നമ്മൾ സർഫസ് എസ്സിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വോളിയം പെർ യൂണിറ്റ് ടൈം. ഓക്കെ, ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിങ് ത്രൂ എസ് പെർ യൂണിറ്റ് ടൈമിനെ നമ്മൾ എന്ത് പറയും, അതിനാണ് ഫ്ലെക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഫ്ലെക്സ് ഓഫ് എഫ് ത്രൂ എസ്. എന്താണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്, എഫ് അതിൻ്റെ വെലോസിറ്റി ഫീൽഡ് ഓഫ് എ ഫ്ലൂയിഡ് ആണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിങ് ത്രൂ എസ് പെർ യൂണിറ്റ് ടൈം. ടോട്ടൽ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിങ് ത്രൂ എസ് പെർ യൂണിറ്റ് ടൈം, അതിനാണ് നമ്മൾ ഫ്ലെക്സ് ഓഫ് എഫ് ത്രൂ എസ് എന്ന് പറയുന്നത്. ഫ്ലെക്സ് ഓഫ് എഫ് ത്രൂ എസ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. ഇവിടെ എഫ് എന്താണ്, വെലോസിറ്റി വെക്റ്റർ ഫീൽഡ്, എൻ എന്താണ്, യൂണിറ്റ് നോർമൽ വെക്റ്റർ ടു ദാറ്റ് സർഫസ് എസ്. ഇനി ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ഡ് സർഫസ് എസ്, ഇഫ് എൻ ഈസ് ദ ഔട്ടർ നോർമൽ, then the above formula gives the volume of the fluid flowing out through S per unit time. ഫോർമുലയിൽ എന്താണ് തന്നിരുന്നത്, ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് പാസിങ് ത്രൂ ദ സർഫസ് പെർ യൂണിറ്റ് ഏരിയയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് ഔട്ടർ നോർമൽ ആണെങ്കിൽ ഫ്ലെക്സ് എന്താ തരുന്നത്, ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഔട്ട് ആണ്, ഫ്ലോയിങ് ഔട്ട് ത്രൂ എസ് പെർ യൂണിറ്റ് ടൈം. ഇനി എൻ ഇന്നർ നോർമൽ ആണെങ്കിൽ, എൻ ഔട്ടർ നോർമലിന് പകരം ഇന്നർ നോർമൽ ആണെങ്കിൽ ഫ്ലെക്സ് എന്തായിരിക്കും, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ ത്രൂ എസ്. അപ്പോൾ അവിടെ എന്താണ്, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ ആണ്, ഫ്ലോയിങ് ഇൻ ത്രൂ എസ് പെർ യൂണിറ്റ് ടൈം. ഇനി നമുക്ക് ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ഈക്വൽ ടു സെഡ് ജെ പ്ലസ് സെഡ് കെ റെപ്രസെൻറ്റ് ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ്. Find the flux of F through the surface S given by that portion of the plane 3x plus 2y plus z equal to 6 in the first octant. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെഡ് ജെ പ്ലസ് സെഡ് കെ എന്താണ്, റെപ്രസെൻറ്റ് ദ ഫ്ലോ ഓഫ് എ ലിക്വിഡ്, അതായത് അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ ഫീൽഡാണ്. ഇനി എന്ത് ചെയ്യണം, ഫൈൻഡ് ദ ഫ്ലെക്സ് ഓഫ് എഫ് ത്രൂ ദ സർഫസസ്. ഫ്ലെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ത്രൂ ദ സർഫസ് എസ്. ഇനി ആ സർഫസ് എസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, പോർഷൻ ഓഫ് ദ പ്ലെയിൻ 3x plus 2y plus z equal to 6. ആ പ്ലെയിനിൻ്റെ ഒരു പോർഷനാണ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ആ പ്ലെയിനിൻ്റെ ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ള പോർഷൻ, അതാണ് നമ്മുടെ സർഫസ് എസ്. അപ്പോൾ ആ സർഫസിലൂടെയുള്ള ഈ എഫിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം, സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. ഇവിടെ എഫ് എന്താണ്, എഫ് നമ്മൾ വെലോസിറ്റി വെക്റ്റർ ഫീൽഡാണ്, എൻ എന്താണ്, യൂണിറ്റ് നോർമൽ വെക്റ്ററാണ്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു യൂണിറ്റ് നോർമൽ വെക്റ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്, ഡെൽ ജി ബൈ നോം ഡെൽ ജി ആണ് അല്ലേ. ഇനി നമുക്ക് ജി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് എന്താണെന്ന് കിട്ടണം. ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് സർഫസ് ആണ്. ഇവിടെ നമുക്ക് സർഫസ് തന്നിട്ടുള്ള എന്താണ്, പോർഷൻ ഓഫ് ദ പ്ലെയിൻ 3x plus 2y plus z equal to 6 ഇൻ ദ ഫസ്റ്റ് ഓക്ടന്റ്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ആ സർഫസിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, z is equal to f of x y എന്നുള്ള ഫോർമുല എഴുതാം. അതായത് z is equal to 6 minus 3x minus 2y എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ z is equal to എന്താണ്, ഇവിടെ z is equal to f of x y നെ നമ്മൾ അത് കിട്ടി. ഇനി ജി ഓഫ് എക്സ് കൊമ വൈ കൊമ സെഡ് ആണ് കിട്ടേണ്ടത് അല്ലേ. ജി ഓഫ് എക്സ് വൈ കൊമ എക്സ് കൊമ വൈ കൊമ സെഡ് നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് വൈ എന്താണ്, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 6 minus 3x minus 2y അതിവിടെ കൊടുത്തു. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ z minus 6 plus 3x plus 2y equal to 0 കിട്ടി. അതായത് നമുക്ക് ജി എന്താണെന്ന് കിട്ടി. ജി എന്താണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡെൽ ജി കാണണം, നോം ഡെൽ ജിയും കാണണം. അപ്പോൾ ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് കെ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3i plus 2j plus k എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നോം ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 square plus 2 square plus 1 square ദാറ്റ് ഈസ് ഈക്വൽ ടു √14 എന്നും കിട്ടും.
n ഈക്വൽ ടു എന്താണ് ഡെൽ ജി ബൈ നോം ഡെൽ ജി ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3/√14i പ്ലസ് 2/√14j പ്ലസ് 1/√14k എന്ന് കിട്ടി. ഇനി നമ്മളെ ഫോർമുല ഫ്ലെക്സ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എഫ് ഡോട്ട് എൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ എഫ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എൻ എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എഫ് എന്തായിരുന്നു? സെഡ് ജെ പ്ലസ് സെഡ് കെ ആയിരുന്നു. സോ എഫ് ഡോട്ട് എൻ ഈക്വൽ ടു സെഡ് ജെ പ്ലസ് സെഡ് കെ ഡോട്ട് എൻ. എൻ എന്താണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് 3/√14i പ്ലസ് 2/√14j പ്ലസ് 1/√14k. അപ്പം ഇനി ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇവിടെ ith കോമ്പോണൻ്റ് ഇല്ല, സോ ith കോമ്പോണൻ്റ് പോയി. ഇതിവിടെ എന്താണ്? 2z/√14 പ്ലസ് z/√14 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3/√14z എന്ന് എഴുതാം. ഇതാണ് എന്ത്? എഫ് ഡോട്ട് എൻ. ഇനി ഫ്ലെക്സ് ഈക്വൽ ടു എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. ദാറ്റ് ഈസ് സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? 3/14z ആയിരുന്നു ഇൻറ്റു ഡി എസ് എന്ന് കിട്ടി. ഇതെന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ആണ്. സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിരുന്നത്? അതിനെ ഡബിൾ ഇൻ്റഗ്രലിലേക്ക് ആക്കിയിട്ടായിരുന്നു അത് ഇവാലുവേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഫോർമുല വെച്ചിട്ട് സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/√14 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 6 - 3x - 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് വൈ സ്ക്വയർ ഡി എസ് എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ 3/√14 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 6 - 3x - 2y എന്നുണ്ട് ഇൻറ്റു എന്താണ്? റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയറും എഫ് വൈ ഓഫ് എക്സ് വൈ സ്ക്വയറുമാണ്. അപ്പോൾ ഇവിടെ എഫ് എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയറും എഫ് വൈ ഓഫ് എക്സ് വൈ സ്ക്വയറും എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യണം. z ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 6 - 3x - 2y ആണ്. സോ എഫ് എക്സ് ഓഫ് എക്സ് വൈ ഇവിടുന്ന് എന്താ കിട്ടുക? -3. എഫ് വൈ ഓഫ് എക്സ് വൈ എന്ത് കിട്ടും? -2 എന്നും കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു 3/√14 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 6 - 3x - 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? -3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ഡി എസ് എന്ന് കിട്ടും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 3/√14 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 6 - 3x - 2y ഇൻറ്റു √14 ഡി എസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ആണ്. സോ ഡബിൾ ഇൻ്റഗ്രൽ ഇത് ഡി എ ആണ്. ഡി എ ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻ്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഈ റീജിയൻ എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ പ്ലെയിൻ 3x + 2y + z = 6 മീറ്റ്സ് ദ എക്സ് ആക്സിസ് അറ്റ് 2,0,0 അല്ലേ. അപ്പോൾ ഈ പ്ലെയിന് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്? നമ്മളിവിടെ വൈയും സെഡും ഈക്വൽ ടു 0 കൊടുത്താൽ 3x = 6 എന്ന് കിട്ടും. അതായത് x = 6/3 2. സോ അത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് 2,0,0. ഇനി വൈ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റോ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് 0,3,0 കിട്ടും. അതേപോലെ സെഡ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് 0,0,6. Therefore S is the planar portion within the triangle. അപ്പോൾ S എന്ന് പറയുന്നത് എന്താണ്? planar portion within the triangle with vertices 2,0,0, 0,3,0 and 0,0,6. സോ ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ സർഫസ് എസ് എന്ന് പറയുന്നത്. 0,0,6, 2,0,0, 0,3,0 ഈ പ്ലെനാർ റീജിയനാണ്. ഇതാണ് സർഫസ് എസ്. ഇനി ഇതിൻ്റെ റീജിയൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ആണ്. അപ്പോൾ ഈ സർഫസിൻ്റെ പ്രൊജക്ഷൻ ടു ദ എക്സ് വൈ പ്ലെയിൻ എന്താണെന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ടു ദ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതായത് ഈ ട്രയാങ്കിൾ ആയിരിക്കും വരിക. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നോക്കൂ, ഇവിടെ എക്സ് വേരി ചെയ്യുന്നത് ഇടം മുതൽ ഇടം വരെയാണ് 0 to 2 ആണ്. ഇനി വൈ വേരി ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വൈ വേരി ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എക്സ് വൈ പ്ലെയിനിലുള്ള അതിൻ്റെ പ്രൊജക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ എക്സ് വൈ പ്ലെയിൻ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്തറിയാം? ഇതാണ് നമ്മളെ റീജിയൻ, ഇതാണ് നമ്മൾ എന്താണ് ആർ എന്ന് പറയുന്ന റീജിയൻ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ എക്സിൻ്റെ എവിടെ മുതൽ എവിടെ വരെ? അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ കാണുമ്പോൾ അതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്തിരുന്നത്?
ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈന് എൽ വരയ്ക്കും അല്ലേ, ഇൻ ദി ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് വൈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇവിടെ 0 to 2 എക്സ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈ ഇവിടെ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊജക്ഷൻ എക്സ് വൈ പ്ലെയിനിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സർഫസ് 3x + 2y + z = 6 ആയിരുന്നു. അപ്പോൾ ഇത് എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് z = 0 എന്ന് കൊടുക്കാം. സോ ഈ ലൈൻ എന്തായാലും 3x + 2y = 6 എന്ന് പറയുന്ന ലൈനാവും. അപ്പോൾ ഇനി ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആറിൻ്റെ ലിമിറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ വെർട്ടിക്കൽ ലൈൻ എൽ വരയ്ക്കുകയാണ്, ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് വൈ. ഇനി ഈ ലൈന് ഈ റീജിയനിൽ എവിടെ എൻ്റർ ചെയ്യുന്നത്, അറ്റ് ഈ പോയിന്റിൽ. ഇതെന്താണ് y = 0 ആൻഡ് ലീവ്സ് അറ്റ് ഏതിലാണ്, ലൈൻ 3x + 2y = 6. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 3x + 2y = 6 നിന്ന് 2y = 6 - 3x, അതായത് y = 3 - 3x/2 ഇങ്ങനെ എടുക്കാം. y = 3 - 3x/2 എന്ന് കിട്ടും. അപ്പോൾ വൈൻ്റെ ലിമിറ്റ് 3 - 3x/2 ആണ്. ഇനി എക്സിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എവിടെ മുതൽ എവിടം വരെ ഈ ലൈന് നിൽക്കുമ്പോഴാണ് ഈ കംപ്ലീറ്റ് റീജിയൻ കവർ ചെയ്യുന്നത്, ഫ്രം 0 to 2. എക്സിൻ്റെ ലിമിറ്റ് 0 < ≤ x < = 2. വൈൻ്റെ ലിമിറ്റ് 0 < ≤ y = 0 എന്നാണ്. y < ≤ 3 - 3x/2. എക്സിൻ്റെ ലിമിറ്റ് 0 < ≤ x < = 2. വൈൻ്റെ ലിമിറ്റ് 0 < ≤ y < = 3 - 3x/2 എന്ന് കിട്ടും. അപ്പം നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഓവർ എസ് f(n) ds എന്തായിരുന്നു നമുക്ക് കിട്ടുന്നത്, 3/√14 ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r 6 - 3x - 2y × √14 ds അല്ല dA ആണ്. ഓക്കെ, അപ്പം ഈ ഡബിൾ ഇൻ്റഗ്രലിൽ എന്ത് ചെയ്യുക, ആറ് റീജിയൻ എന്താണെന്ന് നമ്മൾ കണ്ടു. അവിടെ എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം. അപ്പം ഇതിനെങ്ങനെ എഴുതാം, 3/√14 ആണ്. ഈ √14ഉം ഈ √14ഉം ക്യാൻസൽ ആവും. സോ ഇതിനെങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു 3 × ഇൻ്റഗ്രൽ എക്സിൻ്റെ ലിമിറ്റ് എന്താണ്, 0 to 2, വൈൻ്റെ ലിമിറ്റ് 0 to 3 - 3/2x, അടുത്തത് 6 - 3x - 2y അവിടെ തന്നെ ഉണ്ട്. DA എന്താണ്, dy dx, വൈൻ്റെ ലിമിറ്റാണിത്. സോ dy, അടുത്തത് എക്സിൻ്റെ, സോ ഇൻറ്റു dx. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, നമ്മൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ 3 × ഇൻ്റഗ്രൽ 0 to 2, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു y 6y - 3xy - 2y²/2, ലിമിറ്റ് എന്താണ്, 0 to 3 - 3/2x dx. അപ്പോൾ ഇത് 3 × 0 to 2, ഇവിടെ എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 6 × y എന്താണ്, അപ്പർ ലിമിറ്റ് എന്താണ്, 3 - 3/2x - 3x, വൈൻ്റെ സ്ഥലത്ത് 3 - 3/2x മൈനസ് ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും. സോ y² ആണ്, ദാറ്റ് ഈസ് 3 - 3/2x ദ ഹോൾ സ്ക്വയർ. അടുത്ത ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പോൾ കംപ്ലീറ്റ് 0 ആയിപ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക, ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ബ്രാക്കറ്റ്സ് ഒക്കെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു 3 × ഇൻ്റഗ്രൽ 0 to 2 18 - 9x - 18x + 9x²/2 - 9 + 9x - 9/4x² dx എന്ന് കിട്ടും. ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും, 36 3 × ഇൻ്റഗ്രൽ 0 to 2 36 - 36x + 18x² - 9x²/4 dx. അപ്പോൾ 3/4, 4നെ പുറത്ത് കിട്ടും, 3/4 0 to 2, ഇവിടെ എന്താണ് 36 18x² - 9x², 9x² ആവും, 9x² - 36x + 36 dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3/4. ഇനി ഇത് എന്ത് ചെയ്യുക, ഇവിടെ സിംപ്ലിഫൈ ചെയ്തോ, അതുകൊണ്ട് ഇനി ഇതിനെന്ത് ചെയ്യണം, 0 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് ചെയ്യുക. സോ 3/4 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 9x², 9 × x³ - 36x ആണ്, 36x²/2 + 36 dx, 36x 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 18 കിട്ടും. അപ്പോൾ ഫ്ലെക്സ് എന്തായിരുന്നു, ഈക്വൽ ടു എന്താണെന്ന് കിട്ടും, 18 ആണെന്ന് കിട്ടും.